ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയും അതുപോലെ എഗ് മസാല റൈസും അല്ലെങ്കിൽ എഗ് ബിരിയാണിയും ആണെന്ന് പറയാം. അങ്ങനെ 2 റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല നമ്മൾ വേറെ റെഡിയാക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ബീഫ് വേവിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളത്, പിന്നെ 1 തണ്ട് വേപ്പില, തക്കാളി, അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സാധാരണ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോൾ ബീഫിന് ഒരു തരം മണം ഉണ്ടാവും അത് വേവണ സമയം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം അതിലേക്ക് മസാല പിടിക്കുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മസാല പിടിക്കാത്ത പോലെയാണ് ബീഫ് ബിരിയാണി സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ വെറും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാനും. അപ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പം നമ്മളിത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമ്മൾക്ക് ഞായറാഴ്ച പൊതുവേ ഒഴിവില്ലാത്ത ദിവസമാണ് ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ചയും. അപ്പോൾ അത് നമുക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ 1.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. ഓൾറെഡി ബീഫ് ചൂടായി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുമെന്നാണ് പറയുക. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് വെന്ത് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു എഗ് റൈസും കൂടെ റെഡിയാക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. കൂടെ തന്നെ നമ്മൾ റൈസിൻ്റെ കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. റൈസിന് ഞാനിവിടെ ബിരിയാണിക്കുള്ള റൈസ് സാധാരണ ഊറ്റിയെടുക്കാറാണ് പതിവുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കില്ലേ അതേ സെയിം രീതിയിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്ച്ചോറ് തന്നെ. എന്നിട്ട് നമ്മൾ മസാലയും കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈസിൻ്റെ റെസിപ്പി ഞാൻ വേറെ സെപ്പറേറ്റ് കാണിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 5 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല ഒന്ന് റെഡി ആവണ വരെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് അത്യാവശ്യം ഗരം മസാലാസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളെല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കില്ല എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറണ വരെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തേക്കാണ്. ഒരു 5 തക്കാളിയോളം, മീഡിയം സൈസിലുള്ള 5 തക്കാളിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ ആ എഗ്ഗിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടെ റെഡിയാക്കുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല. നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ഈ ബീഫ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഈ മസാലയ്ക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നിരിച്ച് ഗരം മസാല പൗഡർ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ആക്കിയത്. പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ബീഫ് എന്നല്ല ബിരിയാണികൾ വെക്കുന്ന സമയത്തൊന്നും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. പലരും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബീഫിൽ കുറച്ച് വെള്ളമുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം, 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ അതും ഇതിലെ കൂടെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ബീഫിലുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 കപ്പിലാക്കി നിർത്തിയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ മുകളിലായിട്ട്, മസാല ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ളതാണ്. ഇനി ഒന്ന് ദം ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കും ഒരു 1/2 ഗ്ലാസോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഒരു 4-5 മിനിറ്റ് നമ്മളിത് ഒന്ന് അടച്ച് വെക്കുകയാണ്. ആ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് വറ്റണ്ട. അപ്പോൾ ഇനി നമ്മുടെ റൈസിൻ്റെ കാര്യം നോക്കിയെടുക്കാം. അപ്പോൾ ഇതാ റൈസ് നന്നായിട്ട് തന്നെ കറക്റ്റ് പാകത്തിനുള്ള വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് റൈസ് ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ് നമ്മൾ എഗ്ഗിന് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി, കുറച്ച് പാൽ അതിലുണ്ട്, അത് കുഴപ്പമില്ല. കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പണിയൊന്നുമില്ല. കുറച്ച് ഗരം മസാല പൗഡറിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. ഒരല്പം മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇതൊന്നൊരു 3 മിനിറ്റോളം നമ്മളിതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എഗ്ഗിൻ്റെ ബിരിയാണി എന്ന് തന്നെ പറയാം. ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബീഫ് നല്ല കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടില്ല. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ചോറിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഫ് മസാല ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഒരല്പം ഗരം മസാല പൗഡറും ഒരു 1.5 ടീസ്പൂണോളം നെയ്യും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരിത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് അതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അപ്പോൾ അടച്ച് വെക്കണതും മല്ലിയിലൊക്കെ ചേർക്കേണ്ട വീഡിയോ നമ്മളതിന് മിക്സായി പോയി. ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ഇത് ഡിലീറ്റ് ആയി പോയിക്കണേ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളൊരിത്തിരി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.